നമ്മൾ പഠിക്കുന്ന ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂന്റ് ഓർ കോൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം. ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ, അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ബയോമോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഡൈനാമിക് സ്റ്റേറ്റ്, അതായത് കണ്ടിന്യൂസ് റിയാക്ഷനിലിരിക്കുന്നതിന് നമ്മൾ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി ബയോമോളിക്യൂൾസ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ലിവിങ് സെൽ. ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി ടേക്കിംഗ് പാർട്ട് ഇൻ സെവറൽ റിയാക്ഷൻസ്. ഈ ചിലപ്പോൾ ആ കോമ്പൗണ്ട് പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേറൊരു മോളിക്യൂൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അതിൻ്റെ ഒരു റേറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ടേൺ ഓവർ നമ്പർ എന്ന് പറയും. മീൻസ് ദ ചേഞ്ചസ് വിച്ച് ഈസ് ഒക്കറിങ് ഇൻ എ ബയോമോളിക്യൂൾ ദാറ്റ് മേ ബി എ ബിൽഡപ്പ് റിയാക്ഷൻ ഓർ എ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ. ദ റേറ്റ് ഓഫ് ദ പർട്ടിക്കുലർ റിയാക്ഷൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടേൺ ഓവർ നമ്പർ. അതിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇനി ദ ബയോകെമിക്കൽ റിയാക്ഷൻസ്, ആ ബയോകെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നതിന് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയും, മെറ്റാബോളിക് റിയാക്ഷൻസ് എന്ന് പറയും. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അമിനോ ആസിഡിൽ നിന്ന് റിമൂവ് ആയിട്ട് അമൈൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്, അമിനോ ഗ്രൂപ്പിൽ ന്യൂക്ലിയോടൈഡ് ബേസിൽ നിന്ന് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ട്, അതായത് അമൈൻ മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് അമിനോ ആസിഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അമൈനായിട്ട് മാറുന്നത്. അതുപോലെ റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പിൻ്റെ ന്യൂക്ലിയോടൈഡ് ബേസിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക. അതുപോലെ ഹൈഡ്രോളിസിസ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇൻ ഡൈസാക്രൈഡ്, അതായത് ഡൈസാക്രൈഡ് മോണോസാക്രൈഡ് ആയിട്ട് മാറുക. അതൊക്കെ കുറേ ഇതേപോലത്തെ തൗസൻഡ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ റെസ്പിറേഷൻ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ റെസ്പിറേഷൻ ഗ്ലൈക്കോളിസിസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 സബ്സ്ട്രേറ്റ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് അതിനുണ്ട്. അതുപോലെ 10 സ്റ്റെപ്പിൽ ആ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിലും നമുക്ക് കിട്ടുന്ന ഓരോ തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെ ആ ബയോമോളിക്യൂൾസ് വേറൊരു ബയോമോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ വേറൊരു മെറ്റാബോളിക് പാത്വേ വഴി അത് സിന്തസൈസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ മെറ്റാബോളിക് റിയാക്ഷൻസ് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാഫിക് പാത്വേ പോലെയാണ്. അത് ക്രിസ് ക്രോസ് ചെയ്യും, അതായത് ട്രാഫിക് ജംഗ്ഷൻസ് പോലെ അത് ക്രിസ് ക്രോസ് ചെയ്യും. അതായത് പല മെറ്റാബോളിക് റിയാക്ഷൻസും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂട്ടിമുട്ടാം. അതേപോലെ തന്നെ പല മെറ്റാബോളിക് റിയാക്ഷൻസും പല ഡയറക്ഷനിൽ മൂവ് ആവാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു ക്രിസ് ക്രോസ് വേയിലാണ് മെറ്റാബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാബോളിക് റിയാക്ഷൻസ് 2 തരത്തിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാറ്റബോളിക് റിയാക്ഷൻസും അനബോളിക് റിയാക്ഷൻസും. ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണെങ്കിലും ഇൻ എ ലിവിങ് സെൽ ഇറ്റ് ഈസ് ഒക്കറിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാറ്റലിസ്റ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ആ ബയോളജിക്കൽ കാറ്റലിസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് എൻസൈംസ്. എൻസൈംസ് പ്രോട്ടീൻസ് ആണ് കേട്ടോ, എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. ഇനി അതല്ലാത്ത എൻസൈംസ് ഉണ്ട്, ദാറ്റ് ഈസ് റൈബോ എൻസൈംസ് ഓർ റൈബോസൈം, അത് RNA മോളിക്യൂളാണ്. സോ ഹിയർ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവണമെങ്കിൽ പോലും, അതായത് അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇവിടെ നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്ന വാട്ടറിലല്ല, ദ ഫ്ലൂയിഡ് കണ്ടന്റ് ഓഫ് ദ ബ്ലഡ് ആസ് പ്ലാസ്മയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആവുന്നത്. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടും എന്ത് വേണം, ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കണം. അതല്ലെങ്കിൽ നമുക്ക് കാറ്റബോളിക് റിയാക്ഷൻ, കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് വെച്ചിട്ടുള്ള കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കണം എന്ന് പറയാം. ഇനി മെറ്റാബോളിക് ബേസിസ് ഫോർ ലിവിങ്. എന്താണ് ലിവിങ് റിയാക്ഷനിലെ മെറ്റാബോളിസം വേണം എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സെല്ല് ഒരിക്കലും എക്വിലിബ്രിയത്തിൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഹാസ് ടു അണ്ടർഗോ കണ്ടിന്യൂസ് ചേഞ്ചസ് ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മെറ്റാബോളിക് പാത്വേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടാവും. ബിക്കോസ് ബയോമോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ അവർ ബോഡി അല്ലേ. ബയോമോളിക്യൂൾസ് നമ്മുടെ ഓരോ സെല്ലിനകത്തും പ്രസന്റ് ആയിരിക്കുന്നിടത്തോളം കാലം അത് ഫോം ചെയ്യും, അതുപോലെ തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചെയ്യും. അതിനാണ് നമ്മൾ അനാബോളിക് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ റെസ്പിറേഷൻ പ്രോസസ്സാണ്. റെസ്പിറേഷൻ പ്രോസസ്സിൽ തന്നെ നമുക്ക് അനാബോളിസും കാറ്റബോളിസും രണ്ടും ഒരുമിച്ച് കാണാൻ കഴിയും. അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നത് 10 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുക. ഓരോ സ്റ്റെപ്പിലും ഓരോ തരത്തിലുള്ള എൻസൈം ആയിരിക്കും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും കുറച്ച് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എനർജീനെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അനാബോളിക് പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആക്കി മാറും. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് നമ്മുടെ ബോഡിയിലെ എനർജി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പിറേഷൻ പ്രോസസ്സിൽ എനർജി കോമ്പൗണ്ട് ആയിട്ടുള്ള അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്ന ഒരു അനാബോളിക് റിയാക്ഷൻ ആണെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാവാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാറ്റബോളിക് റിയാക്ഷൻ വഴിയാണ്. ഓക്കെ, നൗ ഈ ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ലിവിങ് സ്റ്റേറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓർ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വിച്ച് ഈസ് ഓൾവേസ് പ്രസന്റ് ഇൻ എ സെൽ. സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ലിവിങ് റിയാക്ഷൻ ഉള്ള ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിയിൽ ലിവിങ് റിയാക്ഷൻസ് നടക്കുമ്പോൾ അതൊരു നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ അത് എപ്പോഴും മെയിൻറ്റെയിൻ
മെയിൻറ്റെയിൻ ചെയ്യും. ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് ഒരു സെൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആഫ്റ്റർ ദാറ്റ് ദർ വിൽ നോട്ട് ബി എനി ലിവിങ് റിയാക്ഷൻ. അപ്പോൾ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സെല്ലിൻ്റെ ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ 4.5 to 5 മില്ലിമോളാർ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവും അല്ലേ. 4.5 to 5 മില്ലിമോളാർ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവും. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കറിയാം ഹോർമോൺസ് എന്ന് പറയുന്ന വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് ഇൻ നാനോഗ്രാംസ് പെർ ml ഓൺലി ദ ഹോർമോൺസ് വിൽ ബി പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ മോളിക്യൂളും അതിൻ്റേതായ കോൺസെൻട്രേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. ആ റിക്വയർമെൻ്റ് അനുസരിച്ച് തന്നെയായിരിക്കും ഈ പറയുന്ന മോളിക്യൂൾസ് ഒക്കെ, അതായത് ഓരോ മോളിക്യൂൾസും നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ ആ സെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെല്ല് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സെല്ല് ലിവിങ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. അതിനെയാണ് കണ്ടിന്യൂസ് മെറ്റാബോളിക് റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. നൗ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം. നമ്മൾ പറഞ്ഞു എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും എൻഹാൻസ് ചെയ്യുന്നത് ബയോ കാറ്റലിസ്റ്റ് എൻസൈമാണ്. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കെമിക്കൽ കാറ്റലിസ്റ്റ് ആണ്. കെമിക്കൽ കാറ്റലിസ്റ്റ് പക്ഷേ ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ഹൈ പ്രഷറിലും ഒക്കെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ നമ്മുടെ ബോഡിയിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോ കാറ്റലിസ്റ്റ് പിന്നെ വർക്ക് ചെയ്യില്ല. അത് തന്നെയല്ല, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടാൻ കഴിയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ബയോ കാറ്റലിസ്റ്റ് ഇറ്റ് നീഡ് സർട്ടൻ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഡൂയിങ് ഇറ്റ്സ് ആക്ടിവിറ്റി. എൻസൈംസ് മറ്റേ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന കെമിക്കൽ കാറ്റലിസ്റ്റിനെ പോലെയല്ല വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് അതൊരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ അതിനൊരു ലീനിയർ ചെയിൻ സ്ട്രക്ചർ ഉണ്ട്. അതിന് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. ആൽഫ ഹെലിക്സും ബീറ്റാ പ്ലേറ്റഡ് സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറാണ്. ടെറിഷറി സ്ട്രക്ചർ അത് അറ്റൈൻ ചെയ്യുമ്പോൾ അത് ക്രെവിസസ് അല്ലെങ്കിൽ പോക്കറ്റ് ഉണ്ടാക്കും നമ്മൾ പറഞ്ഞല്ലേ. ഈ ക്രെവിസസ് അല്ലെങ്കിൽ പോക്കറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ആക്റ്റീവ് സൈറ്റാണ്. ക്രെവിസസ് അല്ലെങ്കിൽ പോക്കറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്റ്റീവ് സൈറ്റാണ്. ഈ ആക്റ്റീവ് സൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റിനെ അട്രാക്ട് ചെയ്യും. ഈ ആക്റ്റീവ് സൈറ്റ് എൻസൈമിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കാണുന്നുകൊണ്ട് ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം സബ്സ്ട്രേറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കാണുന്നുകൊണ്ട് സബ്സ്ട്രേറ്റ് എക്സാക്റ്റ് ആയിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ഫിറ്റ് ചെയ്യും. ഈ എൻസൈം സബ്സ്ട്രേറ്റിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കി ആ ചേഞ്ചസ് പെട്ടെന്ന് അതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മുടെ ബോഡിയിൽ എൻസൈംസ് വർക്ക് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതല്ലാതെ കെമിക്കൽ കാറ്റലിസ്റ്റിനെ പോലെ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എൻസൈംസ് വർക്ക് ചെയ്യില്ല. എൻസൈം എല്ലാം ഡീനേച്ചറായി പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ സെക്കൻഡറി ടെറിഷറി ക്വാറ്റർണറി സ്ട്രക്ചർ ആൻഡ് ഓൾ ക്യാൻ ബി ഡീനേച്ചേർഡ് ബൈ ഗിവിങ് അൺഫേവറബിൾ ടെമ്പറേച്ചർ, pH, പ്രഷർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാതെ 37 ഡിഗ്രി സെൽഷ്യസ് അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് മാക്സിമം എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ ഒന്നും നമ്മുടെ ബോഡിയിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. നൗ ദർ ആർ സം ഓർഗാനിസം വിച്ച് ഈസ് സീൻ ഇൻ ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ കാണുന്ന തെർമോഫിലിക് ആയിട്ടുള്ള കുറേ ഓർഗാനിസംസ് ഉണ്ട്. 80 to 90 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലൊക്കെ കാണുന്ന ഓർഗാനിസംസ് ആണ്. ഈ ഓർഗാനിസംസ് ഹോട്ട് വെൻസ് ആൻഡ് സൾഫർ സ്പ്രിംഗിലൊക്കെ കാണുന്ന ഓർഗാനിസംസിൻ്റെ എൻസൈംസ് വന്നിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ആക്റ്റീവ് ആയിരിക്കുന്ന എൻസൈംസ് ആണ് കേട്ടോ. നോ ഈ എൻസൈംസ് ഏതൊക്കെ തരത്തിലുള്ള റിയാക്ഷനിലാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒരു കെമിക്കൽ കോമ്പൗണ്ട് 2 തരത്തിലുള്ള ചേഞ്ചസ് നടക്കുന്നതാണ്. ഒന്ന് ഫിസിക്കൽ ചേഞ്ച് ആണ്, ഒന്ന് കെമിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ഓക്കെ, ഫിസിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതായത് ഐസ് വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുന്നത്, അത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ബോണ്ടും ബ്രേക്ക് ചെയ്യാതെ അതിൻ്റെ ഷേപ്പ് മാത്രം ചേഞ്ച് ചെയ്യുന്നത് അനദർ ഫിസിക്കൽ ചേഞ്ചാണ് കേട്ടോ. മറ്റേ ഫിസിക്കൽ ചേഞ്ച് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വളരെ വീക്കായിട്ടുള്ള അയോണിക് ബോണ്ട് ഉണ്ട് അവരുടെ ഇടയിൽ. മറ്റേ ഹൈഡ്രജൻ പാർഷ്യലി പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹൈഡ്രജനും പാർഷ്യലി നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഓക്സിജനും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട് അത് വളരെ വീക്കായിട്ടുള്ള ഒരു ബോണ്ടാണ്. ഈ വളരെ വീക്കായിട്ടുള്ള ഒരു ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി വേണ്ട, ടെമ്പറേച്ചർ മാത്രം മതി. അങ്ങനത്തെ റിയാക്ഷൻ ഉണ്ട്, അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. പക്ഷേ അത് എൻസൈം റിക്വയർഡ് പ്രോസസ്സ് അല്ല. ഇനി എൻസൈം റിക്വയർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻസ് വെയർ വി ക്യാൻ സീ ദ ബോണ്ട് ഈസ് ബ്രേക്കിംഗ് ആൻഡ് ന്യൂ ബോണ്ട്സ് ആർ ഫോംഡ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേരിയം ഹൈഡ്രോക്സൈഡ്
when it is combining with H2SO4, it is forming H2BaSO, barium sulfate and water molecule. ഇവിടെ നമുക്കറിയാം barium hydroxide OH2, it is breaking from here and it is attaching with this water molecule, hydrogen, and it is forming a water molecule. And this sulfate, it is breaking from here and it is attaching with a barium and it is forming barium sulfate. Okay, അപ്പോൾ ഇതൊരു ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. അതുപോലെ സ്റ്റാർച്ച്, അതുപോലെ തന്നെയാണ് സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഓർഗാനിക് കെമിക്കൽ റിയാക്ഷനും ഇതേപോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിൾ ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ ഇടയിലുള്ള ഗ്ലൈക്കോസിലിക് ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് എന്താണ് സിമ്പിൾ മോണോസാക്കറൈഡ് സ്റ്റാർച്ചിൽ നിന്ന് ഫോം ചെയ്യുന്നത് കേട്ടോ. Now we can see the rate of the reaction. It can be expressed by the ratio of the product formed per unit time. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്രമാത്രം പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓർ റേറ്റ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് പെർ ടൈം, പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അതേപോലെ ഈ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മൾ അതിൻ്റെ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയാം. വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ എൻസൈമും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു എൻസൈം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻസൈം വർക്ക് ചെയ്തു തുടങ്ങുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിനൊരു ഫ്രീസിങ് കണ്ടീഷൻ ഉണ്ടാവും അല്ലേ. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലൊന്നും നമ്മുടെ ബോഡിയിലെ എൻസൈംസ് ഒന്നും വർക്ക് ചെയ്യില്ല അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂട്ടി യു ജസ്റ്റ് ഇമാജിൻ 10 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ബോഡി ടെമ്പറേച്ചറിൽ നമ്മുടെ ബോഡിയിലെ എൻസൈംസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്നിരിക്കട്ടെ. And it is reaching till 37 degrees Celsius. Whenever we are increasing the temperature from minus 10 degrees Celsius to 20 degrees Celsius, ഒരു 10 ഡിഗ്രി കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 10 ഡിഗ്രി സെൽഷ്യസിൽ എത്രമാത്രം എൻസൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് മാറും നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും. 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും when it is increasing 37 degrees Celsius, we can see the enzymatic reaction, it is increasing again, or the rate of reaction it will be increasing again. Okay, അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയാം. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്ന from its minimal temperature to optimum temperature. മിനിമം ടെമ്പറേച്ചറിൽ നിന്ന് ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തുന്നവരെ ഓരോ 10 ഡിഗ്രി സെൽഷ്യസിലും അത് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഡബിൾ ആയിട്ട് മാറും. ഇനി 37 ഡിഗ്രി സെൽഷ്യസ് again if we are increasing to 10 degree Celsius as 47 degree Celsius, the chemical reaction rate it will be reducing. Okay, so here we can see the reduction of reaction every 10 degree Celsius till it reaches optimum, it will double. Then after that again it will be decreasing. That is known as temperature coefficient. Temperature coefficient can be represented by Q10. നമ്മൾ Q10 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻ കാർബോണിക് അൺഹൈഡ്രേറ്റ്സിൻ്റെ പ്രസൻസിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് ഫോർമേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബ്ലഡ്. ദാറ്റ് ഈസ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മേജർ ഈവൻ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻ കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു എൻസൈമിൻ്റെയും പ്രസൻസിലല്ലാതെ നടക്കുന്നത് H2CO3 ഉണ്ടാകുന്നത് ഏകദേശം ഒരു മണിക്കൂറിൽ 200 മോളിക്യൂൾസ് H2CO3 ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു സ്പീഡിൽ നമ്മുടെ ബോഡിയിൽ H2CO3യുടെ കൺവേർഷൻ നടന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ there is an enzyme called as carbonic anhydrase. It will speed up this reaction 10 million times. അതായത് നമ്മൾ ഒരു സെക്കൻഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് 6 lakhs മോളിക്യൂൾസ് ഓഫ് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നതും കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നതും നമുക്ക് കാണാൻ പറ്റും. സോ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഇറ്റ് വിൽ ബി ഓൾവേസ് ഫാസ്റ്റ് ആൻഡ് ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ. എൻസൈം വിൽ സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ. ഓക്കെ, സോ അനദർ റിയാക്ഷൻ ദാറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറുവിക് ആസിഡായിട്ട് മാറുമ്പോൾ that will be enhanced by 10 different types of enzyme because ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന 10 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. C6H12O6 plus O2 it gives rise to 2C3H4O3 plus 2H2O. ഈ C3H4O3 അതെന്തിൻ്റെ കെമിക്കൽ ഫോർമുലയെന്ന് ഒരിക്കൽ ചോദിച്ചതാണ് കേട്ടോ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പൈറുവിക് ആസിഡ്. അതവിടെ ചോദിക്കാനുള്ള കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം. ഇനി ഈ പറയുന്ന ഗ്ലൈക്കോളിസിസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. റെസ്പിറേഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ഈ ഗ്ലൈക്കോളിസിസ് പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് മോളിക്യൂൾ പൈറുവിക് ആസിഡായിട്ട് മാറുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ലാക്റ്റിക്
ആസിഡായിട്ട് മാറുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂള് ആൽക്കഹോളായിട്ട് മാറുന്ന പ്രോസസ്സ്. ഈ ഓരോ കണ്ടീഷൻ ഗ്ലൂക്കോസ് മോളിക്യൂള് പൈറുവിക് ആസിഡായിട്ട് മാറാം, ലാക്റ്റിക് ആസിഡായിട്ട് മാറാം, അതുപോലെ തന്നെ എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോളായിട്ട് മാറാം. ഇതൊക്കെ ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ചാണ്. അതായത് എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ അത് പൈറുവിക് ആസിഡായിട്ട് മാറും, അനേറോബിക് കണ്ടീഷനിലാണെങ്കിൽ അത് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. അതുപോലെ സ്കെലിറ്റൽ മസിൽസിലൊക്കെയാണ് സാധാരണ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുക. അതേപോലെ ആൽക്കഹോൾ ഫോർമേഷൻ നടക്കുന്ന ഈസ്റ്റിലൊക്കെയാണ് ആൽക്കഹോൾ ഫോർമേഷൻ നടക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് എൻസൈംസ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. എൻസൈംസ് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് വേറൊന്നല്ല, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മോളിക്യൂൾ ഓൺ വിച്ച് ദ എൻസൈം ഈസ് ആക്ടിങ്, ദാറ്റ് ഈസ് കോൾഡ് എ സബ്സ്ട്രേറ്റ്. ഏത് മോളിക്യൂളിലാണോ എൻസൈം ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയാം. അതേപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മോളിക്യൂളാണോ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് എൻസൈം മുഖേന ഉണ്ടാകുന്നത് അതിനെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഒരു എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് ഫസ്റ്റ് അത് പറഞ്ഞത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ലോക്ക് ആൻഡ് ഫിറ്റ് മോഡലായിരുന്നു. ലോക്ക് ആൻഡ് ഫിറ്റ് മോഡൽ ദാറ്റ് എക്സ്പ്ലെയിൻ ദ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ. ലോക്ക് ആൻഡ് കീ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ലോക്ക് ആൻഡ് ഫിറ്റ് അല്ല, ലോക്ക് ആൻഡ് കീ കേട്ടോ. ലോക്ക് ആൻഡ് കീ മോഡൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴുമ്പോൾ താക്കോലിട്ട് പൂട്ടില്ലേ, അതേപോലെ അത്ര ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന്. അങ്ങനെ ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമ്മൾ ആ താഴിൻ്റെ ഉള്ളിലേക്ക് താക്കോൽ ഇടുന്ന സമയത്ത് നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കറക്റ്റ് ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രമാണ് താക്കോൽ കയറിപ്പോവുള്ളൂ. ഇനി ലോക്ക് ആൻഡ് കീ മോഡൽ ഇറ്റ് വാസ് നോട്ട് ആക്സെപ്റ്റഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു മോഡലാണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഒരു എൻസൈം ഉണ്ട്, ആ എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റിലിരിക്കുന്ന ചില കെമിക്കൽ ഗ്രൂപ്പ് കൊണ്ട് അല്ലെങ്കിൽ ചില സൈഡ് ചെയിൻസ് കൊണ്ട് ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ആ ആക്റ്റീവ് സൈറ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആക്റ്റീവ് സൈറ്റ് ഈ സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചറുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു അഫിനിറ്റി ഉണ്ടാവും. ആ അഫിനിറ്റി കൊണ്ട് ഈ സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. കാരണം എന്താണ്, അത് ലോക്ക് ആൻഡ് കീ പോലെയൊന്നും അല്ല ഇരിക്കുന്നത്, കുറച്ച് വൈഡായിട്ടായിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് കയറിപ്പോകാം. കാരണം ആ സബ്സ്ട്രേറ്റിന് ആ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന് ഇഷ്ടമാണ്. അതല്ലാതെ കറക്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടൊന്നും അല്ല അതിരിക്കുന്നത്. കറക്റ്റ് കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ കറക്റ്റ് ലോക്ക് ആൻഡ് കീ പോലെയൊന്നല്ല അതിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് അതിനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നറിയോ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ചില കെമിക്കൽ ഗ്രൂപ്പിൻ്റെ അട്രാക്ഷൻ കൊണ്ടാണ് ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളുള്ളിൽ കയറിയിരിക്കുന്ന ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് സബ്സ്ട്രേറ്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവും, അവർ തമ്മിലുള്ള അഫിനിറ്റി വീണ്ടും കൂടും. അപ്പോൾ എന്തായി, ആ ആക്റ്റീവ് സൈറ്റ് കുറച്ചും കൂടെ ടൈറ്റായിട്ട് അതിൻ്റെ മേലെ ബൈൻഡ് ചെയ്യാൻ തുടങ്ങും. കുറച്ചും കൂടെ ടൈറ്റായിട്ട് അതിൻ്റെ മേലെ ബൈൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ആ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് കയറുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഈ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് എന്താവും, കുറച്ചും കൂടെ ആ അഫിനിറ്റി എൻസൈമിനോട് കാണിക്കുന്ന സമയത്ത് അത് കുറച്ച് റിലാക്സ്ഡ് മോഡിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. ആ സബ്സ്ട്രേറ്റ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരും. ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നാ പറയാം. ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്നാ പറയാം. അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആ സബ്സ്ട്രേറ്റിന് ഒരു വല്ലാത്ത എനർജി ഉണ്ടാവുന്ന പോലെ തോന്നും. ദാറ്റ് ഈസ് ഇറ്റ്സ് ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി വേറെ എവിടെ നിന്നും അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്നില്ല. അതായത് ആ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഈ സബ്സ്ട്രേറ്റിന് ഇതുപോലെ ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു അമ്മയും കുഞ്ഞും അവർ തമ്മിൽ ഒത്തിരി ദൂരെയായിരുന്നു. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയുടെ ആ ഒരു എന്താ പറയുക, ഒരു അഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിന് എന്താ പറയുക, ഒരുതരം എക്സൈറ്റ്മെൻ്റ് ആണ്, വളരെ ഒരു ഹാപ്പിനെസ്, ഒരു എനർജി ഫീലിംഗ് അല്ലേ. അപ്പോൾ അവർ തൊട്ടടുത്തെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബോണ്ട് എങ്ങനെയാവും, വളരെ സ്ട്രോങ് ആവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയും സേഫ്റ്റി, അങ്ങനെ ഒരു കണ്ടീഷൻ വരും. അതുപോലെ ഹി വിൽ ബി മോർ എക്സൈറ്റഡ് ആൻഡ് ഹി വിൽ ബി മോർ എനർജറ്റിക് അല്ലേ. കുറേ ആക്ടിവേഷൻ എനർജി ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവേഷൻ എനർജി ട്രാൻസിഷൻ സ്റ്റേറ്റ്, ആ കുട്ടിയുടെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതുപോലെ ഈ സബ്സ്ട്രേറ്റിൻ്റെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഹി ഈസ് റെഡി ടു ഡു വാട്ട് എവർ ഹിസ് മദർ ഈസ് സേ. ദി സബ്സ്ട്രേറ്റ് ഈസ് റെഡി ടു മൂവ് ടു ദ പ്രോഡക്റ്റ് സ്റ്റേജ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മാറണമെങ്കിൽ അതെന്താണ്, ഈ
ഒരു 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 എൻഹാൻസ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരാൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണം. അതേപോലെ തന്നെയാണ് ഈ എൻസൈമും ചെയ്യുന്നത്. എൻസൈമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻസൈം അതിൻ്റെ ആക്ടിവേഷൻ എനർജി കുറച്ച് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വേഗം എത്തിക്കും. ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് അതിൻ്റെ ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യും, ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യും. ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ജംപ്ഡ് ടു ദ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് ജമ്പ് ആവും. അതല്ലെങ്കിൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there we can see if there is no enzymes and all, the substrate itself will try to jump to the product stage by attaining the transition state by reaching the activation energy attain ചെയ്ത transition state ലേക്ക് സ്വന്തമായിട്ട് എത്താൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that substrate it will jump to the transition state, or by attaining the activation energy it will jump till here, again it will go back, again it will jump here, it will go back, at last it will reach the transition state, or it will attain the maximum activation energy in such a manner they can come to the product. അങ്ങനെ ഒരു കണ്ടീഷൻ എത്തണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം അവരിങ്ങനെ ട്രൈ ചെയ്താലേ എത്തുള്ളൂ. പക്ഷേ എൻസൈമിൻ്റെ പ്രസൻസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻസൈമും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആക്ടിവേഷൻ എനർജി അവർക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻസൈമിൻ്റെ പ്രസൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റ് ഈസ് ഈസിലി കൺവേർട്ടിങ് ഇൻ ടു പ്രോഡക്റ്റ് വി ക്യാൻ സി. ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെൻ ദ സബ്സ്ട്രേറ്റ് ഈസ് ജമ്പിങ് ടു the product substrate, it has some energy, some potential energy that is here. Okay, ആ പൊട്ടൻഷ്യൽ എനർജിനേക്കാൾ കുറവാണ് പ്രോഡക്റ്റിന്. അതുകൊണ്ട് തന്നെ അതൊരു എക്സർഗോണിക് റിയാക്ഷൻ ആണ്. അതായത് സബ്സ്ട്രേറ്റിനേക്കാൾ കുറവാണ് പ്രോഡക്റ്റിന് എനർജി. എന്താണ് ആ എനർജി? ഇത് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ എനർജി ലിബറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതൊരു എക്സർഗോണിക് റിയാക്ഷനാണ്, ലൈക്ക് കാറ്റബോളിക് പ്രോസസ്സാണ്. ഇവിടെ ഒരു കാറ്റബോളിക് പ്രോസസ്സാണ് കൊടുത്തിട്ടില്ല. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു റിയാക്ഷനാണ് നടക്കുന്നത്, ഇത് കാറ്റബോളിക് പ്രോസസ്സാണ്. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷനാണ് നടക്കുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ് ഈസ് ദിസ് വൺ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ദിസ് വൺ, ദെൻ ഇറ്റ് ഈസ് എൻഡർഗോണിക് റിയാക്ഷൻ. അതൊരു അനാബോളിക് പ്രോസസ് ആയിരിക്കും കേട്ടോ. അത് ഓർത്തിരുന്നോളാം. അപ്പോൾ എങ്ങനെയാണ് ഒരു എൻസൈം ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്? ബൈ റെഡ്യൂസിങ് ദ ആക്ടിവേഷൻ എനർജി, ബൈ മേക്കിംഗ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് വെരി ഫാസ്റ്റ്. ഓക്കെ, ഇനി എൻസൈമിൻ്റെ നേച്ചർ ഓഫ് ആക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഫ് അല്ല. ദിസ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. ദിസ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഇറ്റ് വിൽ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു എൻസൈം ആൻഡ് പ്രോഡക്റ്റ്. എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. ദിസ് പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ദെയർ ഇൻ ദ മീഡിയം ആൻഡ് ദ എൻസൈം ഇറ്റ് വിൽ ബി ഫ്രീ for the next reaction. ഇങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കുന്നത് കേട്ടോ. അപ്പോൾ കാറ്റലൈറ്റിക് സൈക്കിൾ ഓഫ് ആൻ എൻസൈം ആക്ഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റായിട്ട് ബൈൻഡ് ചെയ്യും. ആക്റ്റീവ് സൈറ്റിനെ ഫിറ്റ് ചെയ്യിപ്പിക്കും സബ്സ്ട്രേറ്റിൻ്റെ മേലെ. അതുപോലെ തന്നെ ബൈൻഡിങ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദ എൻസൈം ടു ഓൾട്ടർ ദ ഷേപ്പ് ഫിറ്റിംഗ് മോർ ടൈറ്റ്ലി അറൗണ്ട് ദ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിൻ്റെ മേലെ കുറേ കൂടി ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യിപ്പിക്കും, ഇതിനെ ആക്റ്റീവ് സൈറ്റിനെ. അതേപോലെ തന്നെ എൻസൈം ആക്റ്റീവ് സൈറ്റിൽ ക്ലോസ് ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറും. ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് യാതൊരു അഫിനിറ്റി ഉണ്ടാവില്ല. പ്രോഡക്റ്റിന് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് യാതൊരു അഫിനിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്താവും? ആ പ്രോഡക്റ്റ് വന്നിട്ട് പതുക്കെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. നൗ വി ആർ ഗോയിങ് ടു സീ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഇവിടെ കുറച്ച് ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. സാധാരണ എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, pH, ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഓർ ബൈൻഡിങ് ഓഫ് സ്പെസിഫിക് കെമിക്കൽ ദാറ്റ് റെഗുലേറ്റ് ഇറ്റ്സ് ആക്ടിവിറ്റി. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സാണ് നമ്മുടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ that is the temperature. First one it is pH. See here, pH ഇവിടെ നിന്നാണ് മിനിമം pH for the activity of the enzyme ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിരിക്കട്ടെ. ഈ pHൽ ഇത് എൻസൈം വർക്ക് ചെയ്യാൻ തുടങ്ങും. Then after that when we are increasing the pH at a particular level, that pH will be reaching the optimum state at which the enzyme reaction occur maximum. അതായത് ഒരു പർട്ടിക്കുലർ pH ഇവിടെ ഒന്ന് ആലോചിക്കുക. ഇവിടെ pH വന്നിട്ട് 6 ആയിരുന്നു എന്നിരിക്കട്ടെ, 6.2, 6.4 like that. 7 pH it is
is acting maximum, it is showing maximum activity. Neutral pH-ലാണ് അത് maximum activity കാണിക്കുന്നത്. അപ്പോൾ 7ൽ വന്നിട്ട് അത് maximum activity കാണിക്കും. ഇനി 7 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് ആൽക്കലൈൻ pH-ലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ അതിൻ്റെ ആക്ടിവിറ്റി കുറയാൻ തുടങ്ങും. So here when we are increasing the pH 7.2, the enzyme activity it will be reducing. 7.4 again reducing, 7.6 again reducing, 7.8 reduced, 8, then it will be reduced to its minimum level. Then after that, when again if we increase the pH, then there will not be chemical reaction at all, enzymatic reaction at all. അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചറിൻ്റെ കേസിലും. ടെമ്പറേച്ചർ ഇവിടെ വന്ന് ഒരു 7 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാതിരിക്കട്ടെ, നമ്മളൊരു 10 ഡിഗ്രി കൂട്ടി 17 ഡിഗ്രിയാക്കി. 17 ഡിഗ്രിയിൽ അതിൻ്റെ ടെമ്പറേച്ചർ 17 ഡിഗ്രി 10 ഡിഗ്രി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി ഡബിളായി. ദെൻ അഗെയിൻ വി ഇൻക്രീസ് 10 degrees Celsius, 27 degrees Celsius ആക്കി. Then again it has increased to double. Then again it increased 37 degrees Celsius. 37 degrees Celsius ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ again the enzymatic activity has been increased. Then when we decrease the temperature to increase the temperature to 47 degrees Celsius, this enzymatic activity it has been reduced to half. Again when we increase 57 degrees Celsius, again it has been reduced to half. Then again when we increase the temperature 67 degrees Celsius, the enzyme stop its function. അതായത് ഓരോ പ്രാവശ്യം ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തുന്നത് വരെ അത് ആക്ടിവിറ്റി കൂട്ടും. ടെമ്പറേച്ചർ കുറയ്ക്കും, ടെമ്പറേച്ചർ പിന്നെയും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വീണ്ടും കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. നൗ നെക്സ്റ്റ് വൺ ഈസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. എങ്ങനെയാണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു മീഡിയത്തിലേക്ക് ഞാൻ കുറച്ച് എൻസൈംസിനെയും കുറച്ച് സബ്സ്ട്രേറ്റിനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ എൻസൈമിന് സബ്സ്ട്രേറ്റിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവും അല്ലേ? ആ അഫിനിറ്റി എത്രമാത്രം ഉണ്ടാവോ അതനുസരിച്ച് എൻസൈംസ് പെട്ടെന്ന് സാച്ചുറേറ്റ് ആവാൻ തുടങ്ങും. ഒരു എൻസൈം അതിൻ്റെ മാക്സിമം റിയാക്ഷൻ കാണിക്കുന്നത് എല്ലാ എൻസൈംസും സബ്സ്ട്രേറ്റ് മോളിക്യൂളുകൊണ്ട് സാച്ചുറേറ്റ് ആയി കഴിയുമ്പോഴാണ് മാക്സിമം റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു എൻസൈം മാക്സിമം റിയാക്ഷൻ കാണിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. സബ്സ്ട്രേറ്റിനും എൻസൈമിനും അഫിനിറ്റി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് ദ എൻസൈം വെൻ വി ആർ ലിങ്കിങ് വിത്ത് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായിട്ട് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ നമ്മൾ ലിങ്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സി ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ എൻസൈം എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, അതായത് എൻസൈം ഇറ്റ് വിൽ അറ്റൈൻ ദ മാക്സിമം കോൺസെൻട്രേഷൻ enzyme it will attain the maximum velocity when all enzymes are saturated with the substrate. എല്ലാ എൻസൈംസും സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി കാണിക്കുന്നത്. ഇനി പകുതി എൻസൈംസ് പകുതി എൻസൈംസ് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിൽ അത് ഹാഫ് മാക്സിമം വെലോസിറ്റിയെ കാണിക്കുള്ളൂ. ഈ ഹാഫ് മാക്സിമം വെലോസിറ്റി കാണിക്കാൻ എത്രമാത്രം സബ്സ്ട്രേറ്റ് വേണം എന്നുള്ളതാണ് നമ്മുടെ മൈക്കേലിസ് മെന്റൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ KM വാല്യൂ എന്ന് പറയുന്നത്. KM വാല്യൂ കൂടുന്തോറും, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഒരുപാട് ഉണ്ടെങ്കിലാണ് അത് അതിൻ്റെ ഹാഫ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റിനും എൻസൈമിനും അഫിനിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊടുത്താലാണ് എല്ലാ എൻസൈംസും സാച്ചുറേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഹാഫ് എൻസൈം സാച്ചുറേറ്റ് ആയിട്ട് ഹാഫ് മാക്സിമം വെലോസിറ്റി കാണിക്കുള്ളൂ. So here when we see Km value when it is increasing, we can understand substrate we need to add more to attain the maximum velocity, half maximum velocity. Km value if it is less, then we can understand the Km value if it is less, then we can understand the substrate and enzyme they have more affinity, so that in less amount of substrate also the enzyme it will show the maximum velocity, like that we can understand. So here Km value കൂടുന്തോറും velocity, അതായത് KM വാല്യൂ കൂടുന്തോറും എൻസൈമിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കുറഞ്ഞായിരിക്കും വരിക. ദാറ്റ് മീൻസ് ദ KM വാല്യൂ ഇറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ enzyme velocity. Okay, KM value it is inversely proportional to the velocity of the enzyme. Okay, value of Km is inversely proportional to enzyme activity or the velocity of the enzyme.
ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതേപോലെ നമുക്ക് എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യും. കാരണം എന്താ, എൻസൈംസ് ആർ പ്രോട്ടീൻസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓക്കെ ആ ചാപ്റ്റർ നമ്മൾ പറയുന്നേ ഉള്ളൂ. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാ എൻസൈംസിനെയും ഇൻഹിബിറ്റ് ചെയ്യാം ബൈ യൂസിങ് ആൻ ഇൻഹിബിറ്റർ. അപ്പോൾ ഇവിടെ എൻസൈം ഇൻഹിബിഷൻ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ഡിഫറെൻറ്റ് വേസ്. എൻസൈമിൻ്റെ ഇൻഹിബിഷൻ നടക്കുന്നത് ഒന്നുപോലെ എൻസൈം ഡീനാച്ചുറേഷൻ നടക്കുമ്പോൾ ഇൻഹിബിറ്റ് ചെയ്യാം. ഡീനാച്ചുറേഷൻ നടക്കുന്ന ഒരു റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ആണ് കേട്ടോ. അതായത് ഒരു എൻസൈം ഇൻഹിബിഷൻ നടക്കുന്ന ഡീനാച്ചുറേഷൻ നടക്കുമ്പോൾ ഇൻഹിബിഷൻ ആവും, അത് ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ആണ്. ഇനി കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നടക്കാം. അതായത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിഷനാണ്. ഇപ്പോൾ നമ്മൾ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിൻ്റെ സക്സിനേറ്റ് ആണ് അതിൻ്റെ ആക്ച്വൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. സക്സിനേറ്റിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് ആണ് മാലോനേറ്റ് എന്ന് പറയുന്നത്. ഈ മാലോനേറ്റ് സക്സിനേറ്റിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സിനേറ്റും മാലോനേറ്റും ഈ പറയുന്ന സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയിരിക്കും. പക്ഷെ അവിടെ റിയാക്ഷൻ നടക്കുന്ന സക്സിനേറ്റ് എൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ സക്സിനേറ്റിൻ്റെ കൺവേർഷൻ മാത്രമേ നടക്കുള്ളൂ. അതായത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന സക്സിനേറ്റ് മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മാലോനേറ്റ് ഒരു ചുമ്മാ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കൊള്ളാവുന്ന ഒരു മോളിക്യൂൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഹിയർ വി ക്യാൻ സേ മാലോനേറ്റ് ഇറ്റ് ഈസ് കോമ്പീറ്റിംഗ് വിത്ത് ദ സക്സിനേറ്റ് ഫോർ ദ എൻസൈം സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അതിന് നമ്മൾ കോമ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നമ്മൾ പല ഡ്രഗ്സിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നുണ്ട്. സൾഫാർ ഡ്രഗ്സ്, അത് ഫോളിക് ആസിഡ് സിന്തസിസ്, ബാക്ടീരിയയിലെ ഫോളിക് ആസിഡ് സിന്തസിസിൽ ഇൻഹിബിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററായിട്ടാണ് ഈ പറയുന്ന സൾഫാർ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്ന ആ റിയാക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്ററായിട്ടാണ് സൾഫാർ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. അത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡ്രഗ്സ് ആണ് കേട്ടോ. ഇനി നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ചിലപ്പോൾ റിവേഴ്സിബിൾ ആയിരിക്കും, ചിലപ്പോൾ ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റർ ആയിരിക്കും കേട്ടോ. ഈ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഒരിക്കലും ആക്ടിവേറ്റർ സൈറ്റിൽ പോയിട്ട് സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യില്ല. അവർ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിലായിരിക്കും ബൈൻഡ് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് അലോസ്റ്ററിക് എൻസൈം. അലോസ്റ്ററിക് എൻസൈമിൽ ഒരു ആക്റ്റീവ് സൈറ്റ് ഉള്ളതുപോലെ തന്നെ ഒരു അലോസ്റ്ററിക് സൈറ്റും ഉണ്ട്. ഈ അലോസ്റ്ററിക് സൈറ്റിൽ അത് വന്ന് ബൈൻഡ് ചെയ്ത ഒരു അലോസ്റ്ററിക് സൈറ്റിൽ ഒരു മോഡുലേറ്റർ മോളിക്യൂൾ എന്നാ പറയാം. അലോസ്റ്ററിക് സൈറ്റിൽ ബൈൻഡ് ചെയ്ത മോളിക്യൂളിനെ മോഡുലേറ്റർ മോളിക്യൂൾ എന്നാ പറയാം. ആ മോഡുലേറ്റർ മോളിക്യൂൾ ഒന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോൾ. ആക്റ്റീവ് സൈറ്റിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സബ്സ്ട്രേറ്റിനെ എൻസൈം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരും. then there will not be catalytic activity. അതൊരു റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മോഡുലേറ്റർ മോളിക്യൂൾ അലോസ്റ്ററിക് സൈറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ ദ സെയിം റിയാക്ഷൻ ക്യാൻ ബി പ്രൊസീഡഡ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റർ ഉണ്ട്. ഇറിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് ഇൻഹിബിറ്റർ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ്. അതായത് സൈനൈഡ് സൈറ്റോക്രോം ഓക്സിഡൈസിൽ ബൈൻഡ് ചെയ്യുന്ന ഒരു ഇറിവേഴ്സിബിൾ ഇൻഹിബിഷനാണ് കേട്ടോ. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. സൈനൈഡ് ഇൻഹിബിറ്റ് ദ സൈറ്റോക്രോം ഓക്സിഡൈസ് ബൈ കമ്പൈനിങ് വിത്ത് ഇറ്റ്സ് മെറ്റാലിക് അയോൺസ്. അവിടെയും ഒരു നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററാണ്. മെറ്റാലിക് അയോണിൽ വന്നിട്ടാണ് അത് ബൈൻഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫെറസ്ഫെറിക് അയോൺസ് ഉണ്ടല്ലോ, അവിടെ വന്നാണ് അത് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും, മറ്റേ സൈറ്റോക്രോം ഓക്സിഡൈസ് ഫംഗ്ഷൻ ചെയ്യാതിരിക്കും. ഫംഗ്ഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ATP സിന്തസിസ് നടക്കില്ല. സൈനൈഡ് ഒക്കെ വന്നിട്ട് നമ്മുടെ സൈറ്റോക്രോം ഓക്സിഡൈസിലാണ് ആക്ട് ചെയ്യുക. അപ്പം നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് റിവേഴ്സിബിളും ഉണ്ട്, ഇറിവേഴ്സിബിളും ഉണ്ട്. റിവേഴ്സിബിളിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് അലോസ്റ്ററിക് എൻസൈംസ്. ഇറിവേഴ്സിബിളിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ദ മെറ്റാലിക് അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സൈനൈഡ് പോലത്തെ മോളിക്യൂൾസ്, ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സൈറ്റോക്രോം ഓക്സിഡൈസ്. അതുപോലെ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ട്. ഫീഡ്ബാക്ക് ഇൻഹിബിഷനും റിവേഴ്സിബിൾ ഇൻഹിബിഷനാണ് കേട്ടോ. ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഈസ് റിവേഴ്സിബിൾ ഇൻഹിബിഷൻ. ദാറ്റ് ഈസ് ഡ്യൂ ടു എൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഇതിനകത്ത് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്താലും ആ റിയാക്ഷൻ സ്റ്റോപ്പ് ആവാം. നൗ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു സീ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈം. എൻസൈംസിനെ എങ്ങനെയാണ് നോമൻക്ലേച്ചർ ചെയ്യുന്നത്? നമ്മൾ എൻസൈംസിനെ പലതരത്തിൽ നോമൻക്ലേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എൻസൈംസിനെ നോമൻക്ലേച്ചർ ചെയ്തിരുന്നത് ലൈക്ക് ടൈലിൻ, പെപ്സിൻ, ട്രിപ്സിൻ, അതിനൊക്കെ നോമൻക്ലേച്ചർ ചെയ്തിരുന്നത് അതിൻ്റെ എന്താ പറയുക, സബ്സ്ട്രേറ്റിനെ ബേസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് വി ആർ ഗിവിങ് ദ നെയിം ഓഫ് ടൈലിൻ, പെപ്സിൻ, ട്രിപ്സിൻ ലൈക്ക് ദാറ്റ്. ഓക്കെ, അതുപോലെ ചില
ചിലപ്പോൾ നമ്മൾ എൻസൈമിനെ നെയിം ചെയ്യുന്ന അതിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ടാണ്. അതായത് പെപ്പൈൻ ഫ്രം പപ്പായയിൽ നിന്ന് പെപ്പൈൻ ഉണ്ടാകുന്നത്. അതുപോലെ ചില സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ വെച്ചിട്ട് നെയിം ചെയ്യാറുണ്ട്. സൂക്രേസ്, ലിപ്പേസ്, പ്രോട്ടീനേസ്, ന്യൂക്ലിയേസ്, പെപ്റ്റിഡേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എൻസൈമിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ആക്സെപ്റ്റഡ് മോഡൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എൻസൈംസിനെ 6 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും 4 to 13 സബ് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ഉണ്ട് കേട്ടോ. അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പായിട്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 6 ക്ലാസ്സസ് ഓഫ് എൻസൈംസ് ആണ്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം അല്ലെങ്കിൽ ഡീഹൈഡ്രോജനൈസ് എൻസൈം. അത് ഓക്സിഡോ റിഡക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. ഒരു സബ്സ്ട്രേറ്റ് റിഡ്യൂസ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിനെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച റെഡ്യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡും ആവും. അതുപോലെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് റിഡ്യൂസ്ഡും ആവും. അതുപോലെ നെക്സ്റ്റ് എൻസൈം എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ് എൻസൈം ആണ്. ട്രാൻസ്ഫറേസ് എൻസൈം ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈമാണ്. അതായത് ഒരു സബ്സ്ട്രേറ്റ് ജി എന്ന് പറയുന്ന ഒരു സൈഡ് ചെയിനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് എസ് പ്രൈം എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എസ് പ്ലസ് എസ് പ്രൈം ജി, അതായത് ഈ ജി വന്നിട്ട് എസ് പ്രൈമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹൈഡ്രോലൈസിസ് എൻസൈം എന്ന് പറയുന്നത് എസ്റ്റർ ബോണ്ടിനെ, ഈത്തർ ബോണ്ടിനെ, പെപ്റ്റൈഡ് ബോണ്ടിനെ, ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ, കാർബൺ ബോണ്ടിനെ, അതുപോലെ ഫോസ്ഫറസ് നൈട്രജൻ ബോണ്ടിനെയൊക്കെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോലൈസസ് എന്ന് പറയുന്നത്. അതുപോലെ ലയേസസ് എന്ന് പറയുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ നിന്ന് വേറെ ഒരു പർട്ടിക്കുലർ സൈഡ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് അത് മേജർ കോമ്പൗണ്ടിന്, അതായത് കാർബൺ എന്ന് പറയുന്ന ഈ മേജർ ഇതിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നതാണ് ലയേസ് എൻസൈം എന്ന് പറയുന്നത്. ഐസോമറൈസ് എൻസൈം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ, ജോമെട്രിക് അല്ലെങ്കിൽ പൊസിഷണൽ ഐസോമേഴ്സ് ഉണ്ടാക്കുന്നതിനാണ് ഐസോമറൈസ് എൻസൈം എന്ന് പറയുന്നത്. അതേപോലെ ലൈഗേസ് എൻസൈംസ് എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ബൈ മേക്കിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്, അതിനെയാണ് നമ്മൾ ലൈഗേസസ് എന്ന് പറയാം. ഇനി ഓരോ എൻസൈമും അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില കോഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എൻസൈംസ്, സിമ്പിൾ എൻസൈംസ് ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് എൻസൈംസ് ഉണ്ട്. കോമ്പൗണ്ട് എൻസൈംസിൻ്റെ കേസിൽ എൻസൈമിൽ ഒരു പ്രോട്ടീനേഷ്യസ് പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കോഫാക്ടർ റീജിയൻ ഉണ്ടാവും. അങ്ങനത്തെ എൻസൈമിനെ നമ്മൾ ഹോളോ എൻസൈം എന്നാ പറയാം. ഹോളോ എൻസൈമിന്റെ പ്രോട്ടീൻ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് അപ്പോ എൻസൈം. അതേപോലെ തന്നെ അതിന്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മോളിക്യൂൾ നമ്മൾ പറയുന്ന പേരാണ് കോഫാക്ടർ. 2 തരത്തിലുണ്ടാവും. ഓർഗാനിക് കോഫാക്ടർ ഉണ്ടാവും, ഇനോർഗാനിക് കോഫാക്ടർ ഉണ്ടാവും. ഓർഗാനിക് കോഫാക്ടർ 2 തരത്തിലുണ്ട്. അത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോഎൻസൈംസും ആണ്. ഓർഗാനിക് കോഫാക്ടർ 2 തരത്തിലുണ്ട്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോഎൻസൈംസും ആണ്. ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന എപ്പോഴും ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ്. അതായത് എപ്പോ എൻസൈമിനോട് ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് പെറോക്സിഡേസിലും കാറ്റലൈസിലും ഒക്കെ കാണുന്ന ഹീം എന്ന് പറയുന്ന പ്രോട്ടീൻ. അത് എപ്പോഴും ഹീം എന്ന് പറയുന്ന മോളിക്യൂൾ അതെപ്പോഴും ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന. ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന മെറ്റൽ അയോൺസ് ആണ്. മെറ്റൽ അയോൺസ് സിങ്ക് കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈമിൽ കാണുന്ന അയൺ കോഫാക്ടർ ഓഫ് കാറ്റലൈസ് ആണ്. അതുപോലെ ക്ലോറൈഡ് സലൈവറി അമൈലേസ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് കോഫാക്ടറിന് വേറൊരു എക്സാമ്പിളാണ് കോഎൻസൈംസ് കേട്ടോ. NADയും NADP ഒക്കെ കോഎൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഫാക്ടേഴ്സും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് എപ്പോ എൻസൈം ഫംഗ്ഷണലായി ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത്. അപ്പോൾ കോഫാക്ടർ 2 തരത്തിലുണ്ട്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക്. ഓർഗാനിക് 2 തരത്തിലുണ്ട്, പ്രോസ്തെറ്റിക് ആൻഡ് കോഎൻസൈം. പ്രോസ്തെറ്റിക് എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഹീമിൻ പെറോക്സിഡേസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്. അതുപോലെ കോഎൻസൈം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡെറിവേറ്റീവ് NAD NADP ഒക്കെ കോഎൻസൈം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് എപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കില്ല, ആവശ്യത്തിന് മാത്രമാണ് അത് എൻസൈമിൽ ബൈൻഡ് ചെയ്യുള്ളൂ, അപ്പോഴാണ് എൻസൈം ആക്റ്റീവ് ആവുക. അതുപോലെ ഇനോർഗാനിക് കോഫാക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റൽ അയോൺസ് ആണ്. സിങ്ക് ഇൻ കാർബോക്സി പെപ്റ്റിഡേസ്, അയൺ ഇൻ കാറ്റലൈസ്, ക്ലോറൈഡ് ഇൻ സലൈവറി അമൈലേസ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കോഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ.